അമ്മ കാട്ടിലേക്ക് പോവായിരുന്നോ അതോ സിംഹം നാട്ടിലേക്ക് വരുമായിരുന്നു? കാട്ടിലേക്കായാലും നാട്ടിലേക്കായാലും ഉണ്ടായ സിംഹക്കുട്ടിയല്ലേ. അല്ല ഇവനെ പോലെ വീട്ടിലെ വളർത്തു പട്ടിക്കുണ്ടായതല്ലോ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. ത്യാഗം ചെയ്യാൻ ഇറങ്ങി തിരിച്ച് ഈ ചെറ്റയുടെ ചായ പാച്ചയുടെ ചായയാണോ? മതി, മതിയായിട്ടില്ല. ഉപദ്രവിച്ചിടത്തോളം പോരെ. ആരായാലും ഈ വീട്ടിൽ ഞാൻ പറയണ കേട്ടാ മതി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തെ കയറ്റം കൊള്ളൂലവന്. എന്നാ നീ എന്നെ ഫ്ലൈറ്റ് കയറ്റാ. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പെട്ടെന്ന് കിട്ടാൻ ഈ ഹോട്ടലിൽ വന്നത്, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേന്ന്. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട, പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. ഞാൻ ജോസ്, ചവറം ബ്ലാക്കൽ ജോസ്. ചവറൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. അത് സ്നേഹം കൊണ്ടാ. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ എളിമയോടെ ഞാൻ പറയും എന്റെ മുതലാളിയാണ്. അച്ചായോ, എന്നാ വലിയ വീടാ, കാശിന്റെ കഴപ്പാ. പിന്നെ തറവാടിത്തത്തിന്റെ കാര്യം അതിപ്പോ പറയണ മുതലാളി. ഈ കാണുന്ന തണ്ടും നെടിയൊക്കെ ഉള്ളൂ, അകം മുഴുവനും പഞ്ചറാ. അതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാലോ. ഇവൻ ഏതാ? കൊക്കോ? കണ്ടിട്ട് നിർണായയുടെ ലുക്ക്. അതെങ്ങനെ കണ്ടു? ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും. കുഞ്ഞമ്മയുടെ മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും. ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ. ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും. ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ. അതെന്താ അങ്ങനെ? അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കേ. ഇവളുടെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. കേട്ടിട്ടുണ്ടാവും, കൈനകരി ധർമ്മൻ. ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത്, അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചതും. ഡയലോഗ് തൊണ്ടേ കുടുങ്ങിയായിരിക്കും മരിച്ചാൽ.